മിഷൻ സക്സസ് ആണ്. നമ്മുടെ ഫോഴ്സ് മൊത്തം അവിടെ ഉണ്ട്. സാർ ഓക്കെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ള അവർ പറഞ്ഞിട്ടുണ്ട്. സാർ ഐ വിൽ കോൾ യു ബാക്ക്. മാം പറഞ്ഞോളൂ. തെളിവില്ലെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ചാൽ ഞങ്ങൾക്ക് നീതി ലഭിക്കുമോ സാർ? ഞങ്ങൾ ഈ കേസ് പരമാവധി ശ്രമിച്ചതാണ്. പക്ഷെ ഒരു തെളിവും കിട്ടാതെ വന്നപ്പോൾ കേസ് അവസാനിപ്പിക്കേണ്ടി വന്നതാ. സോറി മാം. ഞാനിനി ആരോട് പറയും? നിങ്ങളുടെയൊക്കെ വിഷമം നമുക്ക് മനസ്സിലാവാനിട്ടല്ല. കോടതിക്ക് വേണ്ടത് ശക്തമായ തെളിവുകൾ തന്നെയാണ്. നമ്മുടെ ഡോഗ് സ്ക്വാഡ് വരെ നെഗറ്റീവിലേക്ക് എത്തി. പ്ലീസ് നിങ്ങളിപ്പോൾ പോകാം. പക്ഷേ ഇതെല്ലാം മോളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ടെന്ന് ഓർത്തോ? പ്ലീസ് നിങ്ങളിപ്പോൾ ഞാനെന്താ മാക്സിമം അന്വേഷിക്കാം. തെളിവില്ലെന്നും പറഞ്ഞ് ഫയലൊക്കെ ചുരുട്ടിക്കൂട്ടി എൻ്റെ മേശപ്പുറത്ത് വെച്ച തൻ്റെയൊക്കെ പണി തീർന്നല്ലോ അല്ലേ? ഇതെങ്ങാനും മറ്റ് ഏജൻസികളെ ഏറ്റെടുത്ത തീർന്ന് ഡിപ്പാർട്ട്മെന്റിന് മൊത്തം നാണക്കടാ. തനിക്കൊന്നും പറ്റില്ലെങ്കിൽ തൊപ്പി ഊരിച്ച് പോടോ. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി താൻ എന്ത് കൊണക്കാനാണ്? സാർ പ്ലീസ്. തനിക്കറിയാലോ മോളിൽ നിന്നുള്ള പ്രഷറും അതുകൊണ്ടൊക്കെയാണോ അങ്ങനെ പറഞ്ഞത്? അത് കുഴപ്പമില്ല സാർ. താനെന്താടോ ഈ പറയുന്നത്? അത് പറയാം സാർ. ശേഖരന്റെ കൊലപാതക കേസ് അവസാനിപ്പിച്ച അന്ന് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒരു തെളിവ് കൂടി അവശേഷിക്കുന്നു. സമയം വളരെ വിലപ്പെട്ടതാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒരു തെളിവ് കൂടി അവശേഷിക്കുന്നു. സമയം വിലപ്പെട്ടതാണ്. പ്രതികളെന്ന് കരുതുന്നവരെ മുൻപ് ചോദ്യം ചെയ്തതിൻ്റെ വീഡിയോ അരിച്ചു പെറുക്കി. ഒടുവിലൊരു സത്യം ഞാൻ തിരിച്ചറിയായിരുന്നു. ശേഖരൻ മരിക്കുന്നതിൻ്റെ മുന്നേ വരച്ച ചിത്രവും എന്നെ ഉറക്കം കെടുത്തിയ തെയ്യവും ഒന്നാണെന്ന്. അതായിരുന്നു എൻ്റെ അവസാനത്തെ പിടിവള്ളി. പിന്നീട് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ട ദിവസങ്ങളായിരുന്നു. ഒപ്പം അസാധാരണ ധൈര്യവും. അതെന്നെ കൊണ്ടെത്തിച്ചത് ശേഖരന്റെ ആ ചിത്രത്തിലും അവസാനത്തെ പ്രതീക്ഷയിലും. സാർ, എന്താ സാർ? ശേഖർജി അവസാനമായി വരച്ച ചിത്രമൊന്ന് കാണണമായിരുന്നു. സാർ, അത് ഞാനൊന്ന് നോക്കട്ടെ. സാറന്മാരിരിക്കേ. സാർ, ഇത് വല്ലതും നടക്കുമോ? നോക്കാം. സാർ, ഇതാണോ സാർ? യെസ്, ഇത് തന്നെ. എക്സ്ക്യൂസ് മീ സാർ.
ലാബ് റിപ്പോർട്ട് പരിശോധിച്ച എൻ്റെ പ്രതീക്ഷ വളരെ വലുതായിരുന്നു. സാർ, നമ്മൾ വിചാരിച്ച പോലെ തന്നെയാ കാര്യങ്ങൾ. എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടതിന് ഫലം കാണാൻ പോകുന്നു സാർ. താൻ പറഞ്ഞു വന്നത് ഒന്നൂടെ ആ പ്രതികളെന്ന് സംശയിക്കുന്നവരെ ചോദ്യം ചെയ്യാനുള്ള അനുവാദം തരണം സാർ. നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ ഇത് ലാസ്റ്റ് ആയിരിക്കണം. ഓക്കെ സാർ. സോറി, വീണ്ടും ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിന്. സത്യം മാത്രമേ പറയാവൂ. എന്നെ വെറുതെ എണീപ്പിക്കരുത്. സാറേ, രാത്രി ഏകദേശം 10 മണിയായി കാണും. വെച്ചിട്ട് പോയിക്കോ. എനിക്ക് ആരെയും കൊല്ലാനൊന്നും കഴിയൂല സാറേ. സാറേ, ഞാൻ അടുക്കളയിലായിരുന്നു. നല്ല ഇടിമഴയും കാരണം ഞാനൊന്നും കേട്ടില്ല സാറ്. സാറേ, ഞാൻ പൈസ കടം ചോദിക്കാൻ വന്നായിരുന്നു. വാതിൽ ലോക്ക് ചെയ്ത കാരണം ഞാൻ തിരിച്ചു പോയി. അത്രയേ ഉള്ളൂ സാർ. സത്യം പറയടാ. എന്താ സാർ? മേടിച്ച ക്യാഷ് തിരിച്ചു ചോദിച്ചതിന് നീയല്ലേ ചെയ്തത്? യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത്? വാച്ചിന്റെ ചില്ല് നീ മാറ്റിയിട്ടല്ലേ? സത്യം പറയടാ. ഞാനെല്ലാം പറയാം. അന്ന് നല്ല മഴയുള്ള രാത്രിയായിരുന്നു. ഒരു 3 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാനുള്ളത് കാരണം പുള്ളി എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങി. രാത്രി ഏകദേശം 10 മണിയോടടുത്തായിരിക്കണം സമയം. പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? പലിശയും ചേർത്ത്. നിനക്ക് എന്തിനാ കോഴ്സ്? സാറ്, ആ എവിഡൻസ് എങ്ങനെയാ പ്രതിയുടേതാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു? അതിലേക്ക് എത്താൻ ഒരു റീസൺ ഉണ്ടാവില്ലേ? അതാണ് 10 മണിക്ക് കൃത്യം നടത്തി പ്രതി പോയ ശേഷം 10:15 തൻ്റെ കൊലയാളിയെ വ്യക്തമായി അയാൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് തെയ്യത്തിൻ്റെ കയ്യിൽ വരച്ച വാച്ചിൻ്റെ രൂപത്തിൽ, അതും അയാളുടെ സ്വന്തം രക്തം കൊണ്ട്. എന്നിട്ടാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. ഇതിൽ പരം ഇനി എന്ത് തെളിവാ വേണ്ടത് സാർ? ഓക്കെ, ഗുഡ് ജോബ്, ഗ്രേറ്റ് വർക്ക്, അങ്ങനെ പറയാം. ഇത് കേരള പോലീസിന് ശരിക്കും ഒരു അഭിമാന നിമിഷമാണ്. താങ്ക് യു സാർ.